മലയാളികളുടെ സ്വന്തം മുത്തശ്ശി. തൻ്റെ അഭിനയം കൊണ്ട് എല്ലാവരെയും പേടിപ്പിച്ചും അമ്പരപ്പിക്കുകയും ചെയ്ത ഈ കലാകാരിയുടെ യഥാർത്ഥ ജീവിതം നിങ്ങൾക്കറിയാമോ? സിനിമയിൽ എത്തുന്നതിന് മുൻപേ നാടകവേദികളിലെ അവിഭാജ്യ ഘടകമായിരുന്ന എക്കോ എന്ന ചിത്രത്തിലെ മ്ലാത്തിച്ചേടത്തിക്ക് ശബ്ദം നൽകി ഡബ്ബിംഗ് രംഗത്തും വിസ്മയം തീർത്ത KPSC ലീലയുടെ ജീവിതത്തിലേക്കൊരു യാത്ര. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട എന്ന ഗ്രാമത്തിൽ കുര്യാക്കോസിന്റെയും മറിയാമ്മയുടെയും മകളായി ജനിച്ച ലീലയുടെ ബാല്യം മുതൽക്കേ കലയോട് വലിയ അഭിനിവേശമായിരുന്നു. നൃത്തം അഭ്യസിക്കാൻ കേരള കലാമണ്ഡലത്തിൽ ചേർന്ന അവർ പിന്നീട് നാടകത്തിലേക്ക് തിരിഞ്ഞു. മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർ എന്ന നാടകത്തിലെ തെരേസ എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർ അരങ്ങിലെത്തുന്നത്. പ്രശസ്തമായ KPSC നാടക സമിതിയിൽ 15 വർഷത്തോളം ഇവർ പ്രവർത്തിച്ചു. തോപ്പിൽ ബാസിയുടെ അടക്കം നിരവധി നാടകങ്ങളിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. 1962 പുതിയ ആകാശം പുതിയ ഭൂമി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ ഇവർ മുടിയനായ പുത്രൻ, അമ്മയെ കാണാൻ, അധ്യാപിക തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. KPSCയിലെ വാദ്യകലാകാരനായിരുന്ന ഡേവിഡ് ആണ് ഇവരുടെ ജീവിത പങ്കാളി. 1970കളിൽ അഭിനയ രംഗത്ത് നിന്ന് ഇടവേളയെടുത്ത ലീല 2009 ഒരു പെണ്ണും രണ്ടാണും എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2019 പുറത്തിറങ്ങിയ രൗദ്രം 2018 എന്ന ചിത്രത്തിലെ മേരിക്കുട്ടി എന്ന കഥാപാത്രം അവർക്ക് വലിയ അംഗീകാരം നേടിക്കൊടുത്തു. ആ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശവും അവരെ തേടിയെത്തി. അഭിനയത്തിന് പുറമെ ഡബ്ബിംഗ് രംഗത്തും ലീല തന്റെ കഴിവ് തെളിയിച്ചു. എക്കോ എന്ന സിനിമയിലെ മ്ലാത്തിച്ചേടത്തി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് KPSC ലീലയാണ്. പിന്നീട് പൂക്കാലം, ചീന ട്രോഫി, ലൗലി, ഗ്രാനി, മുത്തശ്ശി തുടങ്ങിയവയെല്ലാം അവർ വേഷമിട്ടു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. ദശാബ്ദങ്ങൾ നീണ്ട അനുഭവ സമ്പത്തുമായി ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന KPSC ലീല എന്ന കലാകാരി നമുക്കേവർക്കും ഒരു പ്രചോദനമാണ്.